സംസ്ഥാനത്തെ യൂത്ത് ടീമുകൾ മാറ്റുരയ്ക്കുന്ന മനോരമ എഡെക്സ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് മോങ്ങം ലിറ്റിൽ ഇന്ത്യ സ്കൂൾ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ FC അരീക്കോട് വിജയിച്ചു. റിയൽ മലബാർ FCയെ 1 ഗോളിന് തോൽപ്പിച്ചു. 84-ാം മിനിറ്റിൽ അബ്ദുൽ വാഹിദാണ് പെനാൽറ്റിയിലൂടെ അരീക്കോടിന്റെ വിജയ ഗോൾ നേടിയത്. നമ്മൾ എത്തിച്ചേർന്നത് നിങ്ങൾക്കൊപ്പം മലയാള തത്സമയ കളിവിവരണവുമായി ഞാൻ ശ്രീനാഥ് മധുകുമാർ ചേരുകയാണ്. എന്തായാലും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവിടെ റിയൽ മലബാറിന്റെ പെനാൽറ്റി ഏരിയയ്ക്ക് അകത്തേക്കുള്ള മുന്നേറ്റത്തിനുള്ള ശ്രമമാണ്. ഈ ഒരു ഗ്രൗണ്ട് അവരുടെ ട്രെയിനിങ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ക്ലബ്ബ് എസ്റ്റാബ്ലിഷ്മെന്റ്സും ഒക്കെ തന്നെയും ഈ ഒരു ഗ്രൗണ്ടിനോട് അടുത്ത് തന്നെയാണ്. എന്തായാലും അതിലേക്ക് മടങ്ങി വരാം. ഇൻസൈഡിലേക്കുള്ള നല്ലൊരു പെനട്രേറ്റീവ് പാസ് നൽകാനുള്ള ശ്രമത്തിനിടയിലാണ് എന്തായാലും അവിടെ വീണ്ടും ഒരിക്കൽ കൂടി FC അരീക്കോട് ലോങ് റേഞ്ച് നല്ല ഒന്നാം തരം ഒരു ഷോട്ട് വരുന്നു. ക്രോസ് ബാറിൽ ഇടിച്ചു മടങ്ങുകയാണ്. നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. വാട്ട് എ ബോൾ ഇറ്റ് വാസ്. അവിടെ ഡയഗണൽ പാസിന് വേണ്ടിയുള്ള ശ്രമം. വീണ്ടും ആ പാസ് മുറിച്ച് മറു സൈഡിലേക്കുള്ള കൗണ്ടർ ഓപ്പർച്യൂണിറ്റി ആക്കി അതിനെ മാറ്റുകയാണ് വീണ്ടും FC അരീക്കോട്. ആൻഡ് പന്ത് ടച്ച് ചെയ്യുന്നു. അതൊരു പെനാൽറ്റി ആവാനുള്ള സാധ്യതയാണ്. യെസ്, ദാറ്റ്സ് എ പെനാൽറ്റി. ഒരു ഫ്രീ ഓപ്പർച്യൂണിറ്റി അവിടെ അനുവദിച്ച് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. അബ്ദുൽ വാഹിദ് തന്നെയാണ് കളിയിലെ താരം. മലപ്പുറം വികസന കമ്മീഷണറും തിരൂർ സബ് കളക്ടറുമായ ദിലീപ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. റിയൽ മലബാർ FC മാനേജർ മുഹമ്മദ് സയീദ്, വാർഡംഗം C തസ്ലീന തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്നത്തെ മത്സരത്തിൽ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോടും MSP മലപ്പുറവും ഏറ്റുമുട്ടും. വൈകിട്ട് 4-ന് നടക്കുന്ന മത്സരം ന്യൂ ക്യാം യൂട്യൂബ് ചാനലിലൂടെ തത്സമയം കാണാം. സ്പോർട്സ് ഡെസ്ക് എയർ 1. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.